അനുജ, അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സംഘം അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ വസതിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അതിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ അദ്ദേഹത്തിന്റെ വസതിക്ക് പുറത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. സുരക്ഷ ഒരുക്കുന്നു. ഒപ്പം തന്നെ റോഡിലെ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ്. ഈ അദ്ദേഹത്തിന്റെ വസതിയിൽ ഒരു സെർച്ച് വാറന്റുമായി എത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 12-അംഗ സംഘമാണ് ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ സെർച്ചും ചോദ്യം ചെയ്യലും ഒരുമിച്ച് നടത്തി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ചരിത്രപരമായ അല്ലെങ്കിൽ നാടകീയമായ ഒരു നീക്കത്തിലൂടെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. PMLA സെക്ഷൻ 50 അനുസരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് നാളെ തന്നെ അദ്ദേഹത്തെ ഹാജരാക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നാണ് ED വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. അതീവ നാടകീയമായി കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ഒരു നീക്കത്തിന് ഒടുവിലാണ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെ നടന്നിരിക്കുന്നത്. കോടതിയിൽ നിന്നും ഒരു തിരിച്ചടി ഉണ്ടായെങ്കിൽ പോലും കോടതിയുടെ പരിഗണനയിൽ ഈ വിഷയം ഇരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഉടനടി ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ അറസ്റ്റിലേക്ക് കടക്കും എന്ന പ്രതീക്ഷ ആം ആദ്മി പാർട്ടിക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നില്ല. ഈ അറസ്റ്റിന്റെ വിവരമറിഞ്ഞ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ വിവിധ ഇടങ്ങളിൽ നിന്നും കെജ്രിവാളിന്റെ വസതിയിലേക്കും പ്രധാന ഇടങ്ങളിലേക്കും പ്രതിഷേധമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നേരിടുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഒരുക്കിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 9 സമൻസുകളും കെജ്രിവാൾ അവഗണിച്ചിരുന്നു. രാഷ്ട്രീയ പ്രേരിതമായ BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയമായ നടപടികളാണ് തന്നെ ഈ കേസിൽ ഉൾപ്പെടുത്തിയത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ കെജ്രിവാൾ ഉന്നയിച്ചിരുന്നു. അറസ്റ്റ് തടയാൻ എല്ലാ ശ്രമങ്ങളും ആവും വിധം കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എങ്കിൽ പോലും എല്ലാറ്റിനെയും മറികടന്നുകൊണ്ടാണ് ED ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇനി കെജ്രിവാളിന്റെ തുടർ നടപടികളാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് ഈ ഡൽഹി പോലീസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. അതിനായുള്ള എല്ലാ സന്നാഹങ്ങളും തയ്യാറായിരിക്കുകയാണ്. ഈ 12-അംഗ ED സംഘം കെജ്രിവാളിന്റെ വസതിയിൽ നിന്നും ഈ കോടതി ആവശ്യപ്പെട്ട രേഖകൾ അല്ലെങ്കിൽ എന്ത് തെളിവുകളാണ് കെജ്രിവാളിനെതിരെ ഈ കേസിൽ ഉള്ളതെന്ന ചോദ്യം കോടതി ഇന്ന് ഉന്നയിച്ചിരുന്നു. അത് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനായുള്ള തെളിവുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും ശേഖരിച്ചു എന്നാണ് ED വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്നുള്ളത്. 5 മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പ് അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ കൃത്യമായ ആസൂത്രണം ആം ആദ്മി പാർട്ടിയുടെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്, അഴിമതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രിയെ തന്നെ ഈ കേസിൽ ചോദ്യം ചെയ്യലിനായി തുടർച്ചയായി വിളിപ്പിക്കുകയും ഒടുവിൽ അറസ്റ്റിലേക്കും കടന്നിരിക്കുന്നത്. രാഷ്ട്രീയമായും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളവും ഇത്തരത്തിൽ ഒരു അറസ്റ്റ് അല്ലെങ്കിൽ പ്രധാനമായും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ അറസ്റ്റ് പ്രതിരോധത്തിലാക്കുന്നതാണ്. 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 11 വർഷം മുമ്പ് ഡൽഹിയിൽ ഉദയം ചെയ്ത അഴിമതി വിരുദ്ധ മുദ്രാവാക്യം ഉയർത്തി ഉദയം ചെയ്ത ഒരു പാർട്ടി, ആ പാർട്ടിക്ക് അടിത്തറയിട്ട വ്യക്തി, പാർട്ടിയുടെ കൺവീനറും മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ഒരു അഴിമതി കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി എന്നുള്ളത്. ആം ആദ്മി പാർട്ടി ആവിർഭവിക്കുന്ന ഘട്ടത്തിൽ നിരവധി നേതാക്കൾക്കെതിരെ കോൺഗ്രസിന്റെയും BJPയുടെ അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കൾക്കെതിരെ തുടർച്ചയായി അഴിമതി ആരോപണങ്ങളും തെളിവുകളും രേഖകളും പുറത്തുവിട്ട് രംഗത്തെത്തിയ ഒരു പാർട്ടിയാണ്. അതിന്റെ തുടർച്ചയായാണ് പാർട്ടിക്ക് രാഷ്ട്രീയ അടിത്തറ ഡൽഹിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞതും ഞെട്ടിപ്പിക്കുന്ന വിജയം നേടി അധികാരത്തിൽ എത്താൻ കഴിഞ്ഞതും. അത്തരത്തിലുള്ള സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഒരു സന്ദേശവുമായി എത്തിയ പാർട്ടിയുടെ സ്ഥാപക നേതാവ് തന്നെ ഒരു അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാക്കുന്നതാണ്. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ ഒരു രാഷ്ട്രീയമായ പകപോക്കലാണ്, BJPയുടെ ഭാഗത്തു നിന്നുണ്ടായ പകപോക്കലാണ് എന്ന പ്രതിരോധമാണ് ആം ആദ്മി പാർട്ടി തീർക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തു, പ്രചരണത്തിലേക്ക് കടന്ന ഘട്ടത്തിലാണ് ഈ അറസ്റ്റ്. ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യ മുന്നണി ഇത് പ്രചരണമാക്കുമെന്ന് ഉറപ്പാണ്.